പരലോകത്തതാ നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാണ്, ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് റമദാനിൽ നോമ്പെടുത്താൽ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ആരാമങ്ങളിൽ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ അവരുടെ നേതാവാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനെ കുറിച്ച് പറയുകയാണ്. അതേ, തീർച്ചയായും റമദാൻ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം മാത്രമല്ല, മറ്റുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തും ഇഞ്ചീലും സബൂറുമെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ഏടുകൾ ഇതെല്ലാം അവതരിപ്പിച്ചത് പരിശുദ്ധ റമദാനിലായിരുന്നു. പിന്നെ പ്രവാചകൻ പറയാണ്, ഇന്ന ഹാദ ശഹ്റു ഖദ് ഹളർതുകും, നിങ്ങൾക്കിതാ ഈ റമദാൻ മാസം വന്നെത്തിയിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ഇതിലൊരു രാത്രിയുണ്ട് മറ്റു 11 മാസങ്ങളും നിങ്ങൾ തെരഞ്ഞാൽ കിട്ടാത്ത രാത്രിയാണ്. ആ രാത്രിയുടെ പ്രത്യേകത അത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ദിവസമാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതിലെ ഖൈറുകൾ നഷ്ടപ്പെട്ടാൽ, ആ ലൈലത്തുൽ ഖദർ എങ്ങാനും കിട്ടാതെ പോയാൽ പിന്നെ എല്ലാ ഖൈറുകളും നഷ്ടപ്പെട്ടവരാണ്. വലാ യുഹ്റമുൽ ഖൈറഹാ ഇല്ലൽ മഹ്റൂം, നഷ്ടം സംഭവിച്ചവനല്ലാതെ പിന്നെ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, മറ്റുള്ള മാസത്തിൽ കിട്ടാത്ത എമ്പാടും അനുഗ്രഹങ്ങൾ ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് വാരിക്കോരി നൽകാൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പാടിയത്, അതാ റമളാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി ഫഹദ്ദി ഹുഖൂഖഹു ഖൗലൻ വഫിഅല വസാദക വത്തഖിദുഹു ലിൽ മആദി ഫമൻ സറഅൽ ഹുബൂബ വമാ സഖാഹാ തവവ്വഅ നാദിമൻ യൗമൽ ഹസാദി. അതാ റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ മാസം വന്നെത്തിയിരിക്കുന്നു. മസ്റഅത്തുൽ ഇബാദി, തന്റെ അടിമകൾക്കുള്ള കൃഷിസ്ഥലമാണ് റമളാൻ. അടിമകൾക്കുള്ള കൃഷിസ്ഥലമാണ് റമളാൻ. എന്നിട്ടോ ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി, അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള ഫസാദുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, എല്ലാ അർത്ഥത്തിലും നന്നാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുകയാണ്. ഫഹദ്ദി ഹുഖൂഖഹു ഖൗലൻ വഫിഅല വസാദക വത്തഖിദുഹു ലിൽ മആദി വസാദക വത്തഖിദുഹു ലിൽ മആദി, മടക്കസ്ഥാനത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി സമ്പാദിക്കാനുള്ള കൃഷിസ്ഥലമാണ്. എന്നിട്ട് കവികൾ പറയുകയാണ്, തീർച്ചയായും ഒരു കർഷകനത വിത്ത് നടുകയും നനക്കാതിരിക്കുകയും അതിനെ പരിചരിക്കാതിരിക്കുകയും ചെയ്താൽ തവവ്വഅ നാദിമൻ യൗമൽ ഹസ്വാദി, വിളവെടുപ്പിന്റെ കാലത്തതാ അവൻ ഖേദിക്കേണ്ടി വരികയാണ്, വിളവെടുപ്പിന്റെ കാലത്ത് അവൻ ദുഃഖിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് റമളാനിനെ ഉപയോഗപ്പെടുത്താത്ത മനുഷ്യർ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലുമുള്ള സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലൂടെ ഒരുക്കി തന്നിരിക്കുന്നു. ഉബൈദുല്ലാഹിൻ മുഹമ്മദ് തൈമി റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു സംഭവം കാണാം. അന്ന റജുലൻ മിൻ ആമതി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. ഹളറതുൽ വഫാത്ത്, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തതാ ഫജസിഅ ജസഅൻ ശദീദ വബകാ ബുകാഅൻ കസീറാ, പൂർവികരിൽപ്പെട്ട ഒരു വൃദ്ധനായ വ്യക്തി മരിക്കാൻ കിടക്കുകയാണ്. ഒരു സാർഥികനായ നല്ലൊരു വ്യക്തി മരിക്കുമ്പോ ഫജസിഅ ജസഅൻ ശദീദ, കഠിനമായി അദ്ദേഹം പേടിക്കുകയാണ്, പരിഭ്രാന്തിപ്പെടുകയാണ്. വബകാ ബുകാഅൻ കസീറ, ധാരാളമായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖീല ലഹു ഫീ ദാലിക്, അദ്ദേഹത്തോട് എന്തിനാണ് താങ്കൾ ഈ സമയം ഇത്രയേറെ പ്രയാസം അനുഭവിക്കുന്നത്, കരഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, മാ അബ്കി ഇല്ലാ അലാ അയ്യസൂമ സ്വാഇമൂന ലില്ലാ വലസ്തു ഫീഹിം. അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? മാ അബ്കി ഇല്ലാ അലാ യസൂമ, ഞാൻ മരിച്ചാലും ആളുകൾ ഇവിടെ നോമ്പെടുക്കുന്നവരായിരിക്കും, ഞാനേ പോകുന്നുള്ളൂ അല്ലേ, പക്ഷെ ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, അവർ നോമ്പെടുക്കും, പക്ഷെ വലസ്തു ഫീഹിം, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ.
പിന്നെ അദ്ദേഹം പറയാണ് വയുസല്ലിയൽ മുസല്ലൂന വലസ്തു ഫീഹിം, ഞാൻ മരിച്ചാലും ആളുകൾ നമസ്കരിക്കുന്നവരാണ്, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ. വയദ്കുറ ഹദ്ദാകിറൂന വലസ്തു ഫീഹിം വദാകല്ലദീ അബ്കാനി, ഞാൻ മരിച്ചാലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകളുണ്ടാവും, ഞാൻ മരിച്ചാലും നമസ്കരിക്കുന്നവരുണ്ട്, ഞാൻ മരിച്ചാലും നോമ്പെടുക്കുന്നവരുണ്ട്. പക്ഷെ അതിന് എനിക്ക് കഴിയില്ലല്ലോ, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ലല്ലോ എന്നതാണ് എൻ്റെ പ്രയാസമെന്ന് മുൻഗാമികൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? നമുക്ക് ഈ റമദാൻ എന്നത് ഏറ്റവും വലിയ അവസരമാണ്. കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് മുതൽ കൂട്ടാൻ. അദ്ദേഹം പറഞ്ഞത് എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാസം, വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാസം, വർഷത്തിൽ അങ്ങനത്തെ ഒരു രാത്രി വേറെ മറ്റൊരു മാസത്തിലും അള്ളാഹു നൽകുന്നില്ല എന്ന് നമ്മോട് പറഞ്ഞ കാര്യം. വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന, റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൊറുത്തു തരുന്നതാണ്. പ്രവാചകൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ആമീൻ പറഞ്ഞ സംഭവം നമ്മൾ കേൾക്കാത്തവരല്ല. പ്രിയപ്പെട്ടവരെ, 3 തവണ ആമീൻ പറഞ്ഞു. ഒന്നെന്താണ്? പരിശുദ്ധ റമളാൻ ആർക്കെങ്കിലും വന്നു കിട്ടിയിട്ട് പാപം പൊറുക്കപ്പെടാത്തവനായി അവനതാ ശവ്വാലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പോകട്ടെ എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആമീനും ചേർന്ന് വന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. ആ പ്രാർത്ഥനക്കൊരിക്കലും തടസ്സമില്ല. പ്രവാചകനാണ് ആമീൻ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആ പ്രാർത്ഥന നടത്തിയത്. എന്താണ്? റമളാൻ വന്നിട്ടും ചൊവ്വാലിൽ പ്രവേശിക്കുന്നത് പാപം കഴുകിക്കളയാത്തവനായ നിലക്കാണെങ്കിൽ, ഒരിക്കലും പാപം പൊറുക്കാത്ത വ്യക്തികളായിട്ടാണെങ്കിൽ നരകത്തിൽ പോകട്ടെ എന്നാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഈ റമളാനിൽ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹുമാ തഖദ്ദമ മിൻ ദംബി, റമളാന്റെ പകൽ നോമ്പെടുത്താൽ കഴിഞ്ഞുപോയ പാപം ഞാൻ പുറത്തു നൽകാം. മൻ കാമ റമളാന, റമളാന്റെ രാത്രി നിന്ന് നമസ്കരിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ഞാൻ പുറത്തു നൽകാം. മൻ കാമ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാക്ക് നൽകുകയാണ്. മനസ്സിലാവുന്നുണ്ട്? പാപം പുറത്തു കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിന് വേണ്ടി ആത്മാർത്ഥമായി നീയത്തിനെ കരുതാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഈ റമളാൻ വന്നാൽ അതിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ ഉപയോഗിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ, ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇഖ്ലാസോടുകൂടി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മളൊന്ന് പരിശോധിക്കാം. ഇനി സഹോദരങ്ങളെ, 1-2 ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, എന്നിട്ട് അവസാനിപ്പിക്കാം. പരിശുദ്ധ റമളാൻ നമ്മൾ ഏറ്റവും പ്രധാനമായി എടുക്കുന്ന ഇബാദത്ത് എന്താണ്? നോമ്പാണ്, അല്ലേ? എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിൻ്റെ മുന്നിൽ പലരും പല മറുപടികളാണ് കണ്ടെത്തുക. ഇനി വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിൽ വരുന്ന ഓരോ വീഡിയോസും നമ്മൾ കാണുമ്പോൾ തോന്നും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരവും നമ്മുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും സോഡിയവും തൈറോയിഡും എല്ലാം കുറക്കാനും അതൊക്കെ നോർമലാക്കാനും അത് കൃത്യമായ അളവിൽ കൊണ്ട് എത്തിക്കാനുള്ള മാസമാണ് റമളാൻ എന്ന് പല കാര്യങ്ങളും വായിക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് തോന്നിപ്പോകും, അല്ലേ? യഥാർത്ഥത്തിൽ എന്തിനാണ് റമളാൻ? നമുക്ക് പട്ടിണിയുടെ വില അറിയാനാണോ? ഒരിക്കലും അല്ല. ദാഹത്തിന്റെ വിശപ്പിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? അല്ല. നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇതൊന്നുമല്ലെങ്കിൽ നോമ്പിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ലഅല്ലക്കും തത്തഖൂൻ. മനസ്സിലാവുണ്ടോ? ലഅല്ലക്കും തത്തഖൂൻ എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. 2-ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയോ? വല്ലാഹി മാ കാന ബി അക്സരിൻ നാസി സ്വലാ വലാ ബി അക്സരിഹിം സിയാമ. അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം നോമ്പുള്ള വ്യക്തിയായിരുന്നില്ല, ധാരാളം നമസ്കാരമുള്ള വ്യക്തിയായിരുന്നില്ല. വലാകിൻ, പക്ഷേ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹി മിൻ ഉമർ. അല്ലാഹുവിനെ ഇത്രത്തോളം പേടിച്ചൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. സ്വന്തം ഭാര്യ പറയാൻ, അല്ലാഹുവിനെ ഇത്രത്തോളം പേടിച്ചൊരു വ്യക്തിയെ കണ്ടിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞെന്താ? ജനങ്ങളുടെ കൂട്ടത്തിൽ കുറെ നോമ്പോ നമസ്കാരമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല.
പക്ഷെ അള്ളാഹുവിനെ അദ്ദേഹം ധാരാളമായി പേടിച്ചിരുന്നു. എന്താ അത് പറയാൻ കാരണം എന്നറിയോ? ലഖദ് കാന യദ്കുറുല്ലാഹ ഫീ ഫിറാശിഹി, അദ്ദേഹം സ്വന്തം വിരിപ്പിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കുന്നതാണ്. ഫയന്തഫിദുൽ ഇന്തിഫാദുൽ ഉസ്ഫൂരി മിൻ ശിദ്ദത്തിൽ ഖൗഫ്, വിരിപ്പിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്തിട്ട് ഒരു കുരുവി കിടന്ന് വറക്കും പോലെ അദ്ദേഹം പേടിച്ച് ഇങ്ങനെ കിടന്ന് പിടക്കുമായിരുന്നു എന്നാണ്. അള്ളാഹിനെ കുറിച്ച് പേടിച്ചിട്ട് ഒരു കുരുവി വിറക്കും പോലെ വിറച്ചു എന്ന്. എത്രത്തോളം? ഹത്താ നഖൂൽ, ഞങ്ങളിങ്ങനെ പറയും, ലയുസ്ബിഹന്നന്നാസു വലാ ഖലീഫത ലഹും, പ്രഭാതമായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതായി ഖലീഫ ഉണ്ടാകില്ല. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായിരുന്നു, അദ്ദേഹം ഉണ്ടാകില്ല എന്ന് പറയപ്പെടുമാറ് അദ്ദേഹം അത്രത്തോളം ഇദ്ദേഹത്തിന് ഇങ്ങനെ പേടി തോന്നിയിട്ട് മരണം സംഭവിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നാണ്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അത് നോമ്പിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാളും അറിയാതെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെന്ന് വരും, അല്ലേ? ഒരു മനുഷ്യന് സ്വതക്ക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, സ്വതക്ക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാലും ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയും. ഇനി ആരറിഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കപ്പെട്ട വ്യക്തിയെങ്കിലും അറിയും. ഹജ്ജും ഉംറയും ഒരാളും അറിയാതെ ചെയ്യാനും കഴിയില്ല. പക്ഷെ നോമ്പോ ഒരാളും അറിയാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നത് അവനും പടച്ചോനും മാത്രം അറിയുന്ന കാര്യമാണ്. ഒറ്റ ഉദാഹരണത്തിന്, നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ അല്ലേ, ചിലപ്പോൾ ളുഹറിനോ അസറിനോ ഒക്കെ നമ്മൾ നോമ്പിൻ്റെ രുചി ഹൗദിലെ വെള്ളം കൊണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലെ ടാപ്പിലെ വെള്ളം കൊണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞരമ്പെല്ലാം കുതിർന്നിട്ടുണ്ടാവും, ദാഹമെല്ലാം തീർന്നിട്ടുണ്ടാവും. പക്ഷേ മഗ്രിബിന് ആ നോമ്പ് തുറക്കുന്ന തീന്മേശയിൽ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന ആ വേളയിൽ ഏറ്റവും ക്ഷീണമുള്ള നോമ്പുകാരൻ നമ്മളായിരിക്കും. നമ്മളെ നോമ്പ് എപ്പോഴോ തീരുമാനമായിട്ടുണ്ടാവും. പക്ഷേ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത്, മഗ്രിബിൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും ക്ഷീണമുള്ള നോമ്പുകാരൻ നമ്മളാണ്. എന്തേ കാരണം? ഇതാർക്കും അറിയില്ല, അല്ലേ? ഇത് അത്രയും രഹസ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു ഇബാദത്താണ്. ഒരാൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പുകാരനെ പോലെ അഭിനയിക്കാം, അറിയില്ല. അപ്പൊ നമ്മുടെ തഖ്വ അളക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ്. നമ്മുടെ സ്വന്തം വീട്ടിലാണ്, ബെഡ്റൂമിലാണ്, ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നുണ്ട്, നല്ല ദാഹമുണ്ട്, തൊണ്ട വറ്റുന്നുണ്ട്, ചുണ്ടുണങ്ങുന്നുണ്ട്, വായിലൊന്നുമില്ല, പ്രിയപ്പെട്ടവരെ ആരും കാണുന്നില്ല, ഭാര്യയില്ല, ആരുമില്ല, പക്ഷെ അത് കുടിക്കുന്നില്ല. എന്തേ? മുകളിൽ അള്ളാഹു ഉണ്ട്, അല്ലേ? നമ്മൾ തഖ്വ പരിശീലിക്കാൻ, നമ്മൾ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം നോമ്പിലൂടെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞത് തഖ്വയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക്, അവസ്ഥയിലേക്ക് നിങ്ങളെ പരിശീലിപ്പിച്ചു കൊണ്ടുവരികയാണ്.